ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ തുറന്നാൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ 2 കാണാൻ ഞങ്ങളിന്ന് പോയതാണേ. എനിക്ക് അത്യാവശ്യം എല്ലാവരും നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പോകാൻ തീരുമാനിച്ചത്. വീട്ടിൽ നിന്നാണ് അമ്മയും അനിയനും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവരാണ് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 5:30 ഷോയ്ക്ക് 4 മണിയായപ്പോൾ വന്ന ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിക്കുകയാണ് കേട്ടോ. അവരിതുവരെ പുറപ്പെട്ടില്ലെന്നോ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഞാനും ദേവിട്ടിയും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുത്തിയിരുന്നു കേട്ടോ. കോട്ടയം ആനന്ദിലാണേ പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ മാറ്റിന് കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ സിനിമ കഴിഞ്ഞത്. സിനിമ കണ്ടു വന്നവരുടെ മുഖത്ത് ഭാവം കണ്ടപ്പോഴേ പടം എന്നാലും ഹിറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. പടം ഹിറ്റായതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ 5 ടിക്കറ്റ് ഞങ്ങൾ ഒപ്പിച്ചു. പക്ഷെ നാടകം കാണാനിരിക്കുന്ന പോലെ സെക്കൻഡ് നിരയിലാട്ടോ കിട്ടിയത്, ഏറ്റവും ഫ്രണ്ടിൽ. ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പടം തുടങ്ങാൻ ഏകദേശം 5 മിനിറ്റ് ഉള്ളപ്പോഴാട്ടോ ഏട്ടൻ വന്നത്. എവിടെയോ ഓട്ടം പോകാനുണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഡ്യൂട്ടിക്ക് പിന്നെ ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യം കേട്ടോ. അതുകൊണ്ട് ആളെ ഇതൊന്നും ബാധിക്കത്തുമില്ല. സിനിമ തുടങ്ങി എന്നാലും ഫസ്റ്റ് ഹാഫ് വരെ നല്ലോണം ചിരിക്കാനുണ്ട് കേട്ടോ. സെക്കൻഡ് ഹാഫ് നമ്മളെ ഇച്ചിരി സെൻറ്റി ആക്കിയാണെങ്കിലും ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു കേട്ടോ. സിബ്ലിങ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പടം പറയുന്നതെങ്കിലും എനിക്കിഷ്ടപ്പെട്ട അവരുടെ കളങ്കയില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണോ. അഭിനയിച്ച എല്ലാവരും തന്നെ പുതുമുഖ താരങ്ങളാണെങ്കിലും അവരുടെ അഭിനയം കണ്ട് അങ്ങനെ പറയത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും ഇത് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.